ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് ഒന്ന് കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. അതിനൊരു 1.5 കിലോ ചിക്കൻ എടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി നമുക്ക് നല്ലൊരു കാന്താരി ചട്നി ഉണ്ടാക്കണം. അപ്പം അതിന് ആദ്യം മല്ലിയില, പിന്നെ 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, ഒരു 15 വെളുത്തുള്ളി, പിന്നെ ഒരു 12 കാന്താരി മുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം. ഇത്തരം സാധനങ്ങൾ ചേർത്ത് നമുക്ക് നല്ലൊരു കാന്താരി ചട്നി ഉണ്ടാക്കി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് നമുക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 20 ചുവന്നുള്ളി നന്നായി ചതച്ചത് ആഡ് ചെയ്ത് പിന്നെ അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാന്താരി ചട്നി നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അരച്ച് വെച്ച ജാറിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കി നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിക്കാം. നമുക്ക് ചിക്കനിൽ ആഡ് ചെയ്തിട്ടുള്ള കാന്താരി ചട്നി നന്നായി അതിലൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. മിക്സ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ലിഡ് വെച്ച് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ലിഡൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് നന്നായി ഇളക്കി ഇടുന്നത് നല്ലതാണ്. അതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈരോട് ചേർത്ത് നന്നായി മിക്സ് ആക്കാം. തൈര് പുളിയിലാണ് നല്ലത്. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കൻ വേവുന്നതിനനുസരിച്ച് നമുക്ക് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. അത്യാവശ്യം തിക്ക് ഗ്രേവിക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതായത് നല്ല പച്ച കാന്താരി മുളകും നമുക്ക് അതിൽ നിന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്യണം. അപ്പോഴാണ് നന്നായി മൊരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായി നമുക്ക് ഈ ഗ്രേവിയൊക്കെ വറ്റിച്ച് നന്നായി മൊരിയിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ട് നമുക്കിനി സെർവ് ചെയ്യാം.